നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺഔട്ട് ആകാതിരിക്കൂ. ഒരു കായികതാരം എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പുകയില ആരോഗ്യത്തിന് ദോഷകരമാണ്. പുകയിലയുടെ ഏത് തരത്തിലുള്ള ഉപയോഗവും അപകടകരവും മാരകവുമാണ്. ആരോഗ്യമുള്ള ജീവിതം വേണമെങ്കിൽ പുകയില ഒഴിവാക്കൂ. ഞാൻ പുകയില ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ഉപയോഗിക്കാതിരിക്കൂ. പുകയിലേക്കെതിരെ നമുക്കൊരു വൻമതിൽ പണിയാം. Smoking causes cancer. Smoking kills. Liquor drinking is injurious to health. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. ഇത് വേറെ ഇൻഫോം ചെയ്. അതിപ്പോ നമ്മള് പറയുന്ന പോലെ ഒന്നുമല്ലോ കാര്യങ്ങള്. അത് ശരി, തീരുമാനമൊക്കെ മാനേജ്മെന്റിന്റെ അല്ലേ, അത്രയല്ലേ വരൂ. ആ അത് തന്നെ. പട്ടി മേടിച്ചോടി. എടാ വാസു, നീ പട്ടി കടിച്ച് ആശുപത്രി പോയിട്ട് സൂചി എടുത്തിട്ടാണോ വന്നത്? എന്താ മിണ്ടാതെ കുനിഞ്ഞിരുന്നോണ്ട് കഴിച്ചോണ്ടിരിക്കുന്നത്? ആ നന്നായിട്ട് വിഴുങ്ങ്. എന്താണ് നിന്റെ ദേഹത്തെല്ലാം ഒരുമാതിരി ചൊറി പോലെ? പട്ടി കടിച്ച ഇങ്ങനെയാണോടാ ശരീരം മുഴുവനും? ആരെങ്കിലും നിന്റെ ശരീരം കണ്ട അറപ്പ് തോന്നുമല്ലോടാ. അല്ലടാ, നീ റേഷൻ കടയിൽ പോയി പേര് മാറ്റണമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ടത് ചെയ്തോ? കറണ്ട് ബില്ല് കെട്ടിയോടാ നീ? പന്നി തിന്നുന്ന പോലെ ഇരുന്ന് തിന്നുന്ന കണ്ടില്ലേ? വേല ചെയ്താ മാത്രം പോരടാ, ജോലി ചെയ്താ കൂലി ചോദിച്ചു വാങ്ങണം. മല്ലി, നിന്നെ പറഞ്ഞാ മതിയല്ലോ, വന്ന ഉടനെ ചോറ് കൊട്ടിക്കോളൂ. വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് മിണ്ടടാ. നായി മാതിരി ഇന്ന് തിന്നുന്ന കണ്ടില്ലേ?
ഓക്കെ, ഞാൻ തിരിച്ചു വിളിക്കാം. ചെന്ന് നോക്കടാ. ധൃതി വെക്കാതടാ, ചേട്ടരുത് എത്തിക്കഴിഞ്ഞു. ഞാൻ എന്റെ ജീവിതം മാനവസേവയ്ക്കായി സമർപ്പിക്കാമെന്ന് സത്യം ചെയ്യുന്നു. ഞാൻ എന്റെ തൊഴിൽ മനസാക്ഷിയോടെയും അതോടൊപ്പം സത്യസന്ധതയോടെയും ചെയ്യുന്നതാണ്. കേരള പോലീസിന്റെ സത്യപ്രതിജ്ഞാ വാചകം. നമ്മുടെ നാട്ടിന്റെ രഹസ്യങ്ങൾ കാത്തുരക്ഷിക്കും. യാതൊരു വിധത്തിലും ഞാൻ ദുരുപയോഗം ചെയ്യുന്നതല്ല. ഭാരതത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും അയ്യോ പാവം, എന്തെല്ലാം സ്വപ്നങ്ങളുമായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ഇവന്മാരുടെ 5-8 മണിക്കൂർ വെയിൽ കൊണ്ട് കഴിയുമ്പോ സ്വപ്നമൊക്കെ ചുരുട്ടിക്കൂട്ടി നാട്ടിലേക്ക് പോകാതിരുന്നാ മതി. സാർ നമസ്കാരം സാർ. ആ മൂന്നാമൻ നിൽക്കുന്നതാ എന്റെ മോൻ, പേര് രാജേഷ്. അവന്റെ കാര്യം നന്നായി നോക്കണേ സാർ. ശരി സാർ. അയ്യോ പണി പാളിയല്ലോ. സ്ലോ ആക്കിയത് വേഗം പോ, പേഷ്യൻസ് കാത്തിരിക്കായിരിക്കും. ചെക്കിംഗ് ഉണ്ട് ചേച്ചി, ഇൻഷുറൻസിന്റെ കാലാവധി കഴിഞ്ഞു. ലേഡീസ് കൂടെ ഉണ്ടെങ്കിൽ അവര് കൈ കാണിക്കൊന്നുമില്ല. മര്യാദയ്ക്ക് നാളെ പോയി ഇൻഷുറൻസ് എടുത്തോളണം. ലൈസൻസ് RC ബുക്ക് എടുക്ക്. ഇൻഷുറൻസ് എന്താ മോനെ, ഇൻഷുറൻസ് എക്സ്പയർ ആയിട്ട് 6 മാസമായല്ലോ. സാറേ ഇത് ഡോക്ടറാ സാറേ, എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഡോക്ടർ ആണെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാന്നാ? മര്യാദയ്ക്ക് ഫൈൻ അടയ്ക്ക്, എന്നിട്ട് വേഗം പോവാം. ഒന്ന് വെറുതെ ഇരിക്കേ ചേച്ചി. സാർ ഇപ്രാവശ്യം ഒന്ന് ക്ഷമിക്കും സാർ. ഏയ് നീ ചാർജ് ഷീറ്റ് ആ പേര് പറ. ഫൈൻ 2000 രൂപ. ഇവിടെ അടയ്ക്കുന്നോ അതോ കോടതിയിലോ? സാർ എൻ്റെ 200 രൂപയേ ഉള്ളൂ. ചേച്ചി പേഴ്സടിക്ക് സംസാരിക്കുന്ന കേട്ടില്ലേ? ഇവനെ കണ്ടിട്ടൊരു പാവാണെന്നാ തോന്നുന്നത്. ഡോക്ടർക്ക് അർജന്റായിട്ട് പോവാൻ വേണം. അതെ സാർ. എന്താ ഇപ്പൊ ചെയ്യാ? ഡോക്ടർ ആയതുകൊണ്ട് പറഞ്ഞു വിട്ടേക്ക്. പൊക്കോ. അവൻ ഇൻഷുറൻസ് എടുക്കാത്തതിന് ഡോക്ടർ എന്തിനാ നമ്മളെ നോക്കി കണ്ണുരുട്ടുന്നേ? ഇന്നത്തെ കാലത്ത് നല്ലതൊന്നും ചെയ്യാൻ പാടില്ലെന്നേ. ഏയ് സ്റ്റോപ്പ്. കാർത്തിക് സാർ പോലീസ് അക്കാഡമിയിൽ ഫസ്റ്റ് റാങ്ക് കൂടെ പാസ്സായ ആളല്ലേ, പിന്നെ എന്തിനാ സാർ പുള്ളിയെ ട്രാഫിക് ഡ്യൂട്ടിയിൽ നിർത്തിയിരിക്കുന്നത്? പണിഷ്മെന്റ് പോസ്റ്റിംഗ് ആണ്. ഇത് അങ്ങേര് ചോദിച്ചു വാങ്ങിയ പോസ്റ്റാ. ട്രാഫിക് SIക്കും സാധാരണ SIക്കും ശമ്പളത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. ആർക്കാ റിസ്ക് കുറവ്? ട്രാഫിക് പോലീസിൽ. ചേട്ടാ ഒരു ചായ. കാർത്തിക് സാറിന്റെ 13ാമത്തെ വയസ്സിൽ അച്ഛനും അമ്മയും മരിച്ചത്. അന്നോട്ട് അനിയത്തി അദ്ദേഹത്തിന്റെ എല്ലാം. മറ്റൊന്നിനും അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്ഥാനമില്ല. ഗുഡ് മോർണിംഗ്. ഈ ജോലിയൊക്കെ ചെയ്യാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ നന്നായേനല്ലേ കാർത്തിക്? സേവയിൽ പറഞ്ഞിട്ട് നല്ലൊരു ജോലിക്കാരിയെ കിട്ടുമെന്ന് നോക്കാം. ഞാനും എത്ര കാലം എന്ന് വെച്ചാൽ നിനക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരാം. ബൈ. കുറച്ചു നേരം അവിടെ നിൽക്കട്ടെ. എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. മിനിസ്റ്ററുടെ വണ്ടി പോയതിനു ശേഷം അവരോട്ടാ മതി. ഒരു 2 മിനിറ്റ് കൂടെ ക്ഷമിക്കേ.
അവനെ കൈകാര്യം ചെയ്യ്. ചെല്ല്. വേഗം. വേണ്ട, ആളുകളൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ? പ്രശ്നം ഉണ്ടാക്കണ്ട. അടങ്ങി നിൽക്കട. ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ യോദ്ധാവ്, യോദ്ധാവ്, നാടിന്റെ നായകൻ, ഞങ്ങളുടെ കണ്ണിലുണ്ണി, നാടിന്റെ രക്ഷകൻ, പാവങ്ങളുടെ പ്രവർത്തകൻ, ധീര പോരാളി. ശരിക്കും വണ്ടനാ ഈ കാർത്തിക്. ഒരു കാര്യമില്ലാതെ ഓരോന്നിലും ഈ രാജേഷ് നിനക്കാരാ? സ്വന്തം ബന്ധമൊന്നുമല്ലല്ലോ. എന്തിനാടാ ഇങ്ങനെ? നമ്മളെ നോക്കാൻ ആരുമില്ല. ഈ ജോലി എങ്ങനെ പോയാലും ദിവ്യ നോക്കാൻ പിന്നെ ആരാടാ ഉള്ളത്? സാറിന്റെ വീഡിയോ യൂട്യൂബില് 3000 പേരെ ലൈക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പാർട്ടിയുടെ അന്തസ്സും അഭിമാനം എല്ലാം പോയി. എനിക്കിതിൽ ആരെ ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ ഒറ്റടിക്കൊരു മറുപടി പറയരുത്. വ്യക്തമായിട്ട് കാരണം പറ. എങ്ങനത്തെ ആളെ വേണ്ടെന്ന് തുറന്നു പറ. നീ ഒരു ചെറിയ കുട്ടിയാ, നിന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. എന്റെ പൊന്നളിയ, ഇത് കേൾക്കുമ്പോ എന്ത് അഭിമാനം ഉണ്ടെന്നറിയോ? കല്യാണം കഴിച്ചു വരുന്ന പെണ്ണ് നിന്റെ അനിയത്തെ നന്നായിട്ട് നോക്കില്ലെന്നുള്ള പേടികൊണ്ടല്ലേ നിന്റെ ജീവിതം ത്യാഗം ചെയ്യുന്നത്? ഇതൊക്കെ വലിയ കാര്യമാണോടാ? എനിക്കെന്റെ അനിയത്തിയല്ലേ പ്രധാനം. ഇങ്ങനൊരു ചേട്ടനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം മോളെ. എനിക്ക് വേണ്ടി ജീവിതം ത്യാഗം ചെയ്യാൻ പോണെന്നാ കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്. എന്നാൽ ആളവൻ അത്ര നല്ലവനല്ലല്ലോ. എവിടെയോ ലോജിക്കിന്റെ ഒരു പ്രശ്നമുണ്ട്. ഏട്ടാ. വിദ്യമോളെ, ആരായി ഞങ്ങള്? സോറി ഏട്ടാ, ഏട്ടനോട് പറയാൻ മറന്നുപോയി. ഇദ്ദേഹം ഒരു മാരേജ് ബ്രോക്കറാ. നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാള് വേണ്ടേ, അതുകൊണ്ടാ. നിനക്ക് ആകെയുള്ള ഒരു ഫ്രണ്ട് ആണെങ്കിൽ തീറ്റക്കാര്യത്തിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ. പ്ലീസ് ഏട്ടാ, എനിക്ക് വേണ്ടിയെങ്കിലും സഹകരിക്ക്. ഇതിൽ 20 ഫോട്ടോ ഉണ്ട് സാർ. ഏതാ നല്ലത് നോക്കി ഒന്ന് സെലക്ട് ചെയ്യ് സാറേ. ഇതൊക്കെ ഇത് നോക്കി. അളിയോ, അത് തീരെ കൊള്ളില്ല. കുറച്ച് കറുത്തതല്ലേ? ചുമ്മാ ഇരിക്കടാ. അവർക്കിനി നമ്മളെ ഇഷ്ടപ്പെടുമെന്നല്ലേ നോക്കേണ്ടത്. സൗന്ദര്യത്തെക്കാൾ സ്വഭാവ പ്രധാനം. കറക്റ്റാ മോളെ. ഇതുപോലൊരുത്തനെ ഞാൻ എന്റെ സർവീസിൽ ഒരിക്കലും കണ്ടിട്ടില്ല. വിവരക്കേട് പറയലടാ. ഞാൻ എനിക്കൊരു വൈഫിനെ മാത്രമല്ല അന്വേഷിക്കുന്നത്, എന്റെ അനിയത്തിക്കൊരു അമ്മയും കൂടിയാ. ഇതെല്ലാം ഓക്കെയാ സാറേ. നിങ്ങളെ പോലെ എല്ലാ ചെറുക്കന്മാരും ഇങ്ങനെ ആയിരുന്നെങ്കിൽ ലോകം എന്നെ നന്നായനെ. സാർ, ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിയിരിക്കും. നല്ല പെണ്ണിനെ തന്നെ നോക്കാം സാർ. ഈ കാട്ടുപന്നി എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ. സാർ, നിങ്ങൾ സെലക്ട് ചെയ്ത 18 പേരുടെ വീട്ടിൽ നിന്ന് കല്യാണം എപ്പം നടത്താന്ന് ചോദിക്കുക. സാറ് തന്നെ ഈ ഫോട്ടോയിൽ നിന്ന് പറഞ്ഞ സെലക്ട് ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു സാർ. കുറച്ചുകൂടെ ബെറ്റർ നോക്കാം. സാർ, ഇത് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തതാ? ഇത് കല്യാണക്കാരിയാ. അത്ര പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? നീയാണല്ലേ ഈ കല്യാണം മുടക്കിയത്. ഈ ജന്മത്തിലല്ല, ഒരു ജന്മത്തിൽ നിന്റെ കല്യാണം നടക്കില്ല. നിന്റെ ആ തലയാട്ടല് കണ്ടപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചതാ ഇതിലെന്തെങ്കിലും ഒരു തിരിമറി നടക്കുമെന്ന്. അന്ന് തൊട്ട് ഫോട്ടോ പോലും നോക്കാതെ 100 പെൺകുട്ടികളെ വേണ്ടാന്ന് പറഞ്ഞില്ലേ? മോളെന്തീ പറഞ്ഞു വരുന്നേ? അത്യാവശ്യം കൊള്ളാവുന്ന ഓപ്ഷനൊക്കെ അതിലുണ്ടായിരുന്നു. ഏറ്റവും നല്ല സൂപ്പർ ഫിഗറിനെയൊക്കെ വേണ്ടാന്നല്ലേ പറഞ്ഞത്. എന്തോ ഒരു കുഴപ്പം നടന്നിട്ടുണ്ട്. ഒരു കുന്തവും നടന്നിട്ടില്ല. മര്യാദയ്ക്ക് കഴിച്ചിട്ട് ഹോംവർക്ക് ചെയ്യാൻ നോക്ക്. വലിയ വായില് വർത്താനമായിട്ടും നീ എന്താടാ വന്ന ജോലി നോക്ക്. അല്ലങ്കിളെ, ഇതിലെന്തോ കാര്യമുണ്ട്. കാർത്തിക് അങ്കിൾ അറിയാതെ ഒന്നും ചെയ്യില്ല. സത്യം പറ, അവൻ ആരെങ്കിലും ലവ് ചെയ്യുന്നുണ്ടോ? ലവ് ഒന്നും അവന് പറ്റിയ പണിയല്ല. ഇതുവരെ ഒരു പെണ്ണോട് സംസാരിച്ചു പോലും ഞാൻ കണ്ടിട്ടില്ല. വേറെന്തോ കാര്യമാണ്. പ്രോമിസ്? അമ്മയാണ് സത്യം. ഒന്ന് ഊതിക്കേ. ഞാനൊരു ഡോക്ടറാ. ഊതാൻ. നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ട്. ലൈസൻസാ, ചാർജ് ഷീറ്റ് എഴുതണം. ഐ ജസ്റ്റ് ഹാഡ് എ ബിയർ. താജിലൊരു പാർട്ടി അറ്റൻഡ് ചെയ്തിട്ട് വരിക ഞാൻ. ജസ്റ്റ് ഹാഡ് എ ബിയറോ? ബിയറിൽ എന്താ പാലാണോ ഉള്ളത്? ഞങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സാ.
ഓ, രണ്ടുപേരും ഡോക്ടേഴ്സാണോ? നിങ്ങൾ ആരായിരുന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. വെറുതെ ഡോക്ടർ എന്ന് പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ട. ഈ നവീൻ, ഓക്കെ ലിസൺ, ഞങ്ങൾ ആരാന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ സംസാരിക്കുന്നത്. ഈ വണ്ടി നേരെ കമ്മീഷണറുടെ വീട്ടിലേക്ക് പോകുന്നത്. ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ്. വെഡിങ് ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കാൻ വേണ്ടി പോവാ. നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്മീഷണർ സാറിനെ ഫോൺ ചെയ്ത് ചോദിക്കാം. ഡോക്ടർ നവീൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓ, കമ്മീഷണറുടെ ഗസ്റ്റ് ആണോ? അപ്പൊ ഓക്കെ സാർ. എന്തോ ഓക്കെ. കമ്മീഷണറുടെ വീട്ടിലേക്ക് പോകുന്ന വണ്ടിയാണെങ്കിൽ മദ്യപിച്ചിട്ട് ഓടിക്കാന്നാ. നമ്പർ നോട്ട് ചെയ്തേ. ഏയ്, എന്താ നിങ്ങളുടെ പ്രശ്നം? ഈ നവീൻ മിണ്ടാതിരിക്ക. ഞാൻ ഇത്രയും നേരം മര്യാദക്കല്ലേ സംസാരിച്ചേ? വാട്ട്സ് പ്രോബ്ലം? പ്ലീസ് സ്റ്റോപ്പ് രേണു. രേണു, സ്റ്റേ ഇൻ ദ കാർ. രേണു, അപ്പൊ വാളിയാ, നമുക്ക് അടുത്ത കളക്ഷൻ നോക്കാം. ഇവനെപ്പോലുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മുടെ നാട് നന്നായത് തന്നെ. നാട് നന്നാക്കുന്നതിനൊക്കെ മുമ്പ് ആദ്യം കുടിക്കാതെ വണ്ടി ഓടിക്കാൻ നോക്ക്. കമ്മീഷണറുടെ ഗസ്റ്റ് ആയതുകൊണ്ട് വെറുതെ വിടുമെന്ന് വിചാരിച്ചു. എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കിയേ? പ്രശ്നം അവനല്ല, ആ പെണ്ണാടാ. പെണ്ണ? നീ എന്തീ പറയുന്നേ? അന്ന് വിദ്യ എന്താ എല്ലാ പെണ്ണുങ്ങളെയും റിജക്ട് ചെയ്തെന്ന് ചോദിച്ചില്ലേ? ഈ പെണ്ണ് കാരണം. ഞാൻ വിശ്വസിക്കില്ല. നീ എന്തുണ്ടെങ്കിലും എന്നോട് പറയാറുള്ളതല്ലേ. അപ്പൊ ഇതാണ് അതിന്റെ കുട്ടൻസ്. നീ കൈക്കൂലി വാങ്ങുന്നോണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ കാര്യം ഇതാണല്ലേ. ട്രാഫിക് പോലീസുകാർ എല്ലാരും ഇങ്ങനെ. എല്ലാ പോലീസ് ഇവനെ പോലെ മോശക്കാരല്ല, നല്ലവരായ ചിലരും ഉണ്ട്. എന്താ നിനക്കൊരു ഫീലിംഗ്? എന്താണോ വേണ്ട വേണ്ട, അധികം കളിക്കല്ലേ. എൻ കന്നിക്കാമുകി, എൻ ഹൃദയത്തേൻ കനി, എൻ കാതൽ നിൻ മനം നീ ഇനിയും പാടടി. എൻ ഹൃദയം കേൾക്കടി, അതിൽ മധുരം പകരടി. നീ ഇല്ലാതെൻ മനം മലരില്ല പൂവനം. പുലരിയിൽ നീ മഞ്ഞിൻ തുള്ളി, ഇരവിൽ നീ നിലവിൽ ഭംഗി. പെണ്ണേ നീ ചിരിയിൽ മുങ്ങി, എന്നുള്ളിൽ പ്രണയ പ്രളയം. കന്നിക്കാമുകി, കന്നിക്കാമുകി, നിൻമൊഴികൾ എന്നിൽ മധുരക്കുളിരാ നെഞ്ചിൽ പടർന്നേ. കന്നിക്കാമുകി, കന്നിക്കാമുകി, നിൻ കനവിൽ കണ്ടൊരു പുളകത്താൽ മയക്കം തെളിഞ്ഞേ. എൻ കന്നിക്കാമുകി, എൻ ഹൃദയത്തേൻ കനി, എൻ കാതിൽ നിൻ മനം നീ ഇനിയും പാടടി. എൻ കന്നിക്കാമുകി, കാമുകി, കാമുകി. ഇന്നെൻ മനസ്സിലോ ഒരു തളിരായി പടർന്നവൾ, പറയാതറിയുമോ എൻ ഹൃദയം പ്രിയതമേ. പകൽ മാഞ്ഞൊരു വേല കുളിർ വെണ്ണില മനമായി ഞാൻ അകന്നകന്നു പോകും. ഇനി എൻ മനം നിൻ കൂടടി. തെന്നി തെന്നിപ്പാറം മഴവില്ലിൻ തോണിയിൽ വാനം തേടിപ്പോകാം മലർമേഘത്തേരിതിൽ പ്രിയ സഖി. കന്നിക്കാമുകി, കന്നിക്കാമുകി, നിൻമൊഴികൾ എന്നിൽ മധുരക്കുളിരായി നെഞ്ചിൽ പടർന്നേ. കന്നിക്കാമുകി, കന്നിക്കാമുകി, നിൻ കനവിൽ കണ്ടൊരു പുളകത്താൽ മയക്കം തെളിഞ്ഞേ. എൻ കന്നിക്കാമുകി, എൻ ഹൃദയത്തേൻ കനി, എൻ കാതിൽ നിൻ മനം
നീനിയും പാടടി എൻ ഹൃദയം കേൾക്കടി അതിൻ മധുരം പകരടി നീയില്ലാതെ മനം മലരില്ല പൂവനം പുലരിയിൽ നീ മഞ്ഞൻ തുള്ളി ഇരവിൽ നീ നിലവിൽ ഭംഗി പെണ്ണെ നീ ചിരിയിൽ മുങ്ങി എന്നുള്ളിൽ പ്രണയ പ്രളയം കണ്ണീ നീ കണ്ണീ നീ കണ്ണീ നീ കണ്ണീ നീ കണ്ണീ നീ കണ്ണീ കന്നിക്കാമുകി കന്നിക്കാമുകി നിൻമൊഴികൾ എന്നിൽ മധുര കുളിരായി നെഞ്ചിൽ പാടർന്നേ കന്നിക്കാമുകി കന്നിക്കാമുകി നിൻ കനവിൽ കണ്ടൊരു പുളകത്താൽ മായക്കം തെളിഞ്ഞേ കന്നിക്കാമുകി കന്നിക്കാമുകി കാമുകി കന്നിക്കാമുകി കാമുകി കന്നിക്കാമുകി നിന്നെ കാണാതെ എനിക്ക് ആ പെണ്ണിനെ കാണണം. എന്താ അപ്പൊ പറഞ്ഞല്ലേ ഇനിയിപ്പോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അടുത്ത ജോലി നോക്കിയേക്കാം. നീ ഒരു കിഴങ്ങനാ. നിന്നെ ഒരുത്തി സ്നേഹിക്കുന്നുണ്ടെങ്കിലേ അവളെ എനിക്കൊന്ന് കാണണം. അതേപോലത്തെ പെൺകുട്ടികളെ എനിക്ക് അന്വേഷിച്ച് കണ്ടെത്താലോ. ഞാൻ ആ പെണ്ണിനെ കണ്ടതും സത്യമാ, എനിക്കിഷ്ടമായി എന്നുള്ളതും സത്യം. എന്ന് കരുതി അറിയാത്തൊരു പെണ്ണിന് വേണ്ടി താടി വളർത്തിക്കൊണ്ട് നടക്കാനൊന്നും എനിക്ക് പറ്റില്ല. ചാപ്റ്റർ ക്ലോസ്ഡ്. അറ്റ്ലീസ്റ്റ് ആ ഫോട്ടോ എങ്കിലും ഒന്നും കാണിക്കാൻ പാടില്ലേ? ഫോട്ടോ ഉണ്ടോ? അയ്യേ, അതൊക്കെ ഞാൻ എപ്പോഴേ കീറിക്കളഞ്ഞില്ലേ. വിദ്യമോളെ ദാ മണ്ടാ ഇവന് കേൾക്കണം. അത് ശരി, ഇതാണല്ലേ പരിപാടി. ഹായ്, സൂപ്പർ ചോയ്സാ. ഇത്രയും നല്ല പെണ്ണിനെ കണ്ടിട്ടില്ല. സൂപ്പർ ആയിട്ടുണ്ട്. ഈ പട്ടണത്തിൽ ഒരു ഭീകര മൃഗത്തിന്റെ കടിയേറ്റ് പലർക്കും ജീവഹാനി സംഭവിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പട്ടണത്തിലെ ഈ ഭീകരമായ അവസ്ഥ കണ്ട് ജനങ്ങളെല്ലാം ആശങ്കാകുലരായിരിക്കുകയാണ്. സർക്കാർ ഇത് വിശകലനം ചെയ്യാനായി ഒരു അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചുകൂട്ടിയിരിക്കുകയാണ്. വിദ്യേ, 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 വിദ്യ, വിദ്യ, വിദ്യ.
വിദ്യ വിദ്യ താഴേക്ക് വാ വിദ്യ വിദ്യ ഹലോ അളിയാ, നീ ഉടനെ സ്റ്റേഷനിലേക്ക് വാ. എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുക. വിദ്യയെ കാണുന്നില്ലടാ. എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചു, എങ്ങും കാണുന്നില്ലടാ. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നീ ആദ്യം സ്റ്റേഷനിലേക്ക് വാ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. പുറത്തു കാണുന്ന ഈ മനുഷ്യരിലൊക്കെ ഒരു വൈറസ് ബാധിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഈസ്റ്റേൺ യൂറോപ്പിലൊക്കെ ന്യൂക്ലിയർ ബോംബ് സൂക്ഷിച്ചിരിക്കുന്ന ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ ഇത്തരം വൈറസുകൾ പടർന്നിട്ടുണ്ട്. സിഎം ഫോട്ടോസ് എല്ലാം കണ്ടു സർ. ബാക്കി ഡീറ്റെയിൽസ് സംസാരിച്ചോണ്ടിരിക്കുക. ഇറ്റ്സ് ലൈക്ക് റേബീസ്, പേ പിടിച്ച നായ്ക്കളെ പോലെ. കടിയേറ്റ് കഴിഞ്ഞാൽ ഉടൻ തലച്ചോറിനെയാണ് ഈ വൈറസുകൾ ബാധിക്കുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യരിലെല്ലാം ഒരു മൃഗത്തിന്റെ സ്വഭാവം ഉണ്ടാകും. ആ സ്വഭാവം നിയന്ത്രിക്കുന്നത് തലച്ചോറിന്റെ പിൻഭാഗത്ത് നിന്നാണ്. ഇങ്ങനെയുള്ളവർക്ക് അത് മാത്രമാണ് പ്രവർത്തിക്കുക. ഈ വിഷബാധയേറ്റവര് 4 ദിവസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല. അങ്ങനെയുള്ളവരുടെ തുപ്പല് പോലും നമ്മുടെ രക്തത്തിൽ കലർന്നാൽ നമ്മളും ആ രോഗത്തിനടിമയാകും. ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിഷബാധയേറ്റവർ നമ്മളെ കടിക്കാതെ നോക്കണം. കടി കൊണ്ടവർ വേഗം മരിച്ചില്ലെങ്കിൽ ഭ്രാന്തി പിടിച്ചലയുന്നതാണ്. സാർ, ഇതിന് പ്രതിവിധി ഉണ്ടോ സാർ? ഈ വൈറസിന് ഇതുവരെ ഒരു നാട്ടിലും പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. സർ, യൂറോപ്പിലെ വൈറസ് ബാധിച്ചവരുടെ അവസ്ഥ എന്തായിരുന്നു? അവിടെ മൊത്തം 4000 പേരാണ് ഉണ്ടായിരുന്നത്. ആ 4000 പേരും മരണപ്പെട്ടു. ആ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ അതിനുശേഷം മനുഷ്യന്റെ ഒരു സ്വഭാവവും ഉണ്ടായിരിക്കുന്നതല്ല. അവർക്കെപ്പോഴും തോന്നുക കഠിനമായ വിശപ്പാണ്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവാ. വേഗം ആംബുലൻസ് വിളിക്ക്. രാജേഷ്, രാജേഷ്, DGP നമുക്ക് ഷൂട്ടിംഗ് ഓർഡർ തന്നിട്ടുണ്ട്. വൈറസ് ബാധയേറ്റവരാരായിരുന്നാലും ഒരു നിമിഷം പോലും വൈകാതെ ഷൂട്ട് ചെയ്യണം. നിങ്ങൾക്ക് എത്രയും വേണ്ടപ്പെട്ട ആളാണെങ്കിൽ പോലും നിങ്ങളുടെ കൺമുമ്പിൽ നിൽക്കുന്നത് ഒരു ഭ്രാന്ത് പിടിച്ച മൃഗമാണെന്ന് മറക്കരുത്. ഊട്ടിലേക്ക് വരുന്ന എല്ലാ റൂട്ടും ബ്ലോക്ക് ചെയ്തേക്ക്. ആരും ഇങ്ങോട്ട് വരാനും പാടില്ല, ആരും ഇവിടുന്ന് പുറത്ത് പോകാനും പാടില്ല. പടരാതെ ശ്രദ്ധിക്കാന്നല്ലാതെ വേറൊരു മാർഗവും നമുക്കില്ല. ഹലോ ഹലോ, നിന്റെ അനിയത്തി എവിടെ ഉള്ളത് എനിക്കറിയാം. എവിടെയാ? അവൾക്കൊന്നും പറ്റിയില്ലല്ലോ. അവളിപ്പോ എവിടെയാ? നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നിന്റെ അനിയത്തിയുള്ള സ്ഥലത്തേക്ക് തന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവാം. എന്താടാ, പോലീസുകാരനെ വരട്ടാണോ? മര്യാദക്ക് എന്റെ അനിയത്തെ തിരിച്ചേൽപ്പിച്ചോ? നീ നിൽക്കുന്നതിന് പിന്നിൽ കറുത്ത ഗേറ്റിലുള്ള വീട് കാണാം, അവിടേക്ക് വന്നാൽ മതി. ഒരു മിനിറ്റ്. വിദ്യ എവിടെയാണോ ഉള്ളത്? ഒരു മാന്യനെ പോലെ നിന്നിട്ട്
പറയണം, അവളെവിടെയാണെന്ന് പറയാൻ. എവിടെ ഈ കാറിലുണ്ടായിരുന്ന ആ അമേരിക്കൻ ചെറുക്കൻ? അന്ന് സംസാരിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും വൈരാഗ്യം തീർത്താ കൊന്നുകളയും ഞാൻ. എടാ നവീനെ, വെള്ളപ്പന്നി, എവിടെയാ നീ ഉള്ളത്? സമാധാനമായിട്ട് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇപ്പൊ ഇവിടെ ഉള്ളത് കോയമ്പത്തൂരിലെ ഏറ്റവും ടോപ്പ് ഡോക്ടേഴ്സാ. ഇവരിവിടെ ഊട്ടിയിൽ ഒരു കോൺഫറൻസിന് വന്നതാ. ഇവരൊരു വെഹിക്കിളില് കോയമ്പത്തൂർ മെയിൻ GH പോയാലേ ഈ വൈറസിന് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. ഇവർക്ക് ആവശ്യമുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെയാ ഉള്ളത്. ഗവൺമെന്റ് ഓർഡറാ. ഊട്ടിന്ന് ഒരു വണ്ടിയും പുറത്തേക്ക് പോകാൻ പാടില്ല, അകത്തേക്കും വരാൻ പാടില്ലെന്ന്. ഇറങ്ങി വാടാ. വെള്ളം അടിച്ച് വണ്ടി ഓടിക്കുന്ന നിന്നെയൊക്കെ. ഇവിടെ ആരും ഒളിച്ചിരിക്കുന്നില്ല. നിങ്ങളുടെ അനുജത്തി എന്റെ വീട്ടിലാ ഉള്ളത്. ഞാൻ മിനിസ്റ്റർ സുകുമാരമേനോന്റെ മകളാ. എന്റെ അച്ഛന്റെ ആൾക്കാരുടെ കസ്റ്റഡിയിലാണ് നിങ്ങളുടെ അനുജത്തി ഉള്ളത്. ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോവാം. ഞങ്ങളെ കോയമ്പത്തൂർ എത്തിക്കാൻ എങ്ങനെയെങ്കിലും സഹായിക്കണം. ഹേയ്, എനിക്ക് ഈ വൈറസിനെ മരുന്നിനെ കുറിച്ചൊന്നും അന്വേഷിക്കുന്ന കാര്യമില്ല. വേഗം എന്റെ അനിയത്തിന്റെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോ. വേറെ ഒന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് ഓർഡർ വെച്ച് എല്ലാത്തിനും ചുട്ടു തള്ളും ഞാൻ. ഇതേ എന്റെ കാർ. അവരെ കൊല്ലണമെന്ന് നിർബന്ധമാണോ? അവർക്കൊരു പ്രത്യേക അസുഖമാ. അവരെ പേഷ്യന്റ് ആയിട്ടാ കാണേണ്ടത്. അല്പം പോലും മനസാക്ഷിയില്ലാതെ. നീ അവളെ പിടിച്ച് വണ്ടി കേട്ടെ. ഇത് ഞാൻ നോക്കിക്കോളാം. ഉന്നം തെറ്റൂടാ. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ കൺഫ്യൂസ് ആവേ. നീ പോ നോക്ക്. ഞാൻ വരുന്നുണ്ട്. ഏയ്, ഷൂട്ട് ചെയ്യടാ. ജസ്റ്റ് മിസ്സായി പോയടാ. വേഗം വേണം. ഞാൻ വിചാരിച്ചു എന്റെ മേത്ത് കൊള്ളുന്നു. എന്റെ കുഴപ്പമൊന്നുമല്ല. ഡോക്ടർക്ക് അവരെ കണ്ടിട്ട് പാവം തോന്നുന്നു. അല്ല, എന്നെ കണ്ടിട്ട് പാവാൻ തോന്നുന്നില്ലേ? അവരെല്ലാവരും ഒരു വൈറസ് ബാധിച്ച പേഷ്യൻസാ. ഓ, കുറെ നേരമായി വൈറസ് തുടങ്ങിയിട്ട് ഒന്ന് നിർത്തുന്നുണ്ടോ? ഷൂട്ട് ചെയ്യണോ അതോ പേഷ്യന്റ് ആയിട്ട് കാണണോ? പാവം വിശന്നിട്ടാണ്. ശരിയാ, എനിക്കും ആ ചേട്ടനെ കണ്ടിട്ട് സഹതാപം തോന്നുന്നു. ഒരു കടിയല്ലേ അവൻ ചോദിക്കുന്നേ. ബിസ്ക്കറ്റ് ഒക്കെ കൊടുക്കുന്ന പോലെ ആ വിരൽ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അതൊരു ത്യാഗമല്ലേ? എന്താ ഡോക്ടർ അനാവശ്യമൊക്കെ പറയുന്നേ? അവരവർക്ക് അനുഭവം വരുമ്പോഴേ മനസ്സിലാവൂ. Check on this. Okay, doctor. സാറേ, ആ സാമ്പിൾസ് ഒക്കെ വേഗം 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 ഫാസ്റ്റ് വേഗം വേഗം. അയ്യോ ഡോക്ടർ, വേഗം ഓടി വാ. വേഗം വേഗം. എല്ലാരും അതൊക്കെ ഒരു വാതിലടക്കി. സാമ്പിൾസ് എല്ലാം ഉണ്ടെന്ന് ചെക്ക് ചെയ്യ വേഗം. ഉണ്ടല്ലോ അല്ലേ? നവീൻ, ഡോണ്ട് വറി, ഐ എം ഫൈൻ. അയ്യോ, നീ അവിടെ സേഫ് അല്ലേ? എന്റെ കാര്യം വിട്ടേക്ക്. നിനക്ക് കുഴപ്പമൊന്നുമില്ല? എനിക്ക് കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. ഞാൻ കോയമ്പത്തൂർ എത്തിയിട്ട് വിളിക്കാം. ഓക്കെ, ബൈ. ലവ് യു. ലവ് യു ടു. തീർന്നു. Shoo!
ഒന്ന് സൂക്ഷിച്ചു ഓടിക്കടാ. അല്ല മോളെ, കുറച്ചു നേരത്തേക്ക് ഫോൺ ഓഫ് ചെയ്യാവോ? ഇനി നമ്മൾ എന്താ ചെയ്യാ? ഹലോ, ഇവിടെ ആരുമില്ലേ? വാച്ച്മാൻ. അപ്പൊ ഇതായിരുന്നു സെറ്റപ്പ് അല്ലേ? പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞ എന്റെ അച്ഛൻ കേൾക്കും. ആ, കേക്കണം. നീ അങ്ങോട്ട് പോ. അച്ഛാ, അച്ഛാ. ഷൂട്ട് ചെയ്യാൻ വന്നതാ. പറ മോനെ, ഒന്നും ചെയ്യാൻ. അല്ലടി, അയാളെ കണ്ടപ്പം അസുഖം പിടിച്ച പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ വെടിവെച്ചേ. പക്ഷെ ജസ്റ്റ് മിസ്സായി. ആദ്യം താഴോട്ട് ഇറങ്ങാൻ നോക്ക്. വേണ്ട മോളെ, നമ്മുടെ പാചകക്കാരനും എന്റെ പിയയും കൂടി പേ പിടിച്ച പോലെ എന്റെ പിന്നാലെ കടിക്കാൻ വരിക. ആ പെൺകുട്ടി എവിടെയുള്ളതെന്ന് തുറന്ന് പറയാച്ചാ. മോനെ മോനെ, എനിക്കൊന്നും അറിയില്ല മോനെ. നീ പിന്നിലെ ഔട്ട് ഹൗസിൽ ചെന്ന് നോക്ക്. എന്റെ അനുയായികൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഒന്ന് ക്ഷമിക്കും മോനെ. അയ്യോ ഷീലേ, അങ്ങോട്ട് പിടിച്ചോ. ഇവറ്റയ്ക്ക് വെള്ള അലർജിയാന്ന് തോന്നുന്നു. ഇതല്ലേ ഫോട്ടോയിൽ കണ്ട പെണ്ണ്? വിധിയെ കണ്ടെത്താൻ സാധിച്ചതിന് നന്ദിയുണ്ട്. ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്ക്. ഞാൻ ഡോക്ടർ ആവുമ്പോ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാ. എനിക്കൊരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചാൽ യാതൊന്നും പ്രതീക്ഷിക്കാതെ അത് തീർച്ചയായും ചെയ്യുമെന്ന്. നീ പേഴ്സണൽ ലൈഫിൽ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്കറിയാം. ഇത് ഭീഷണിയല്ല. ഞങ്ങളുടെ മെഡിക്കൽ ടീമിനെ കോയമ്പത്തൂരുള്ള ലാബിലേക്ക് നീ കൂട്ടിക്കൊണ്ടു പോയില്ലെങ്കിൽ ഇനി അടുത്ത 48 മണിക്കൂറിനുള്ളിൽ നീ, നിന്റെ കുടുംബം, ഫ്രണ്ട്സ് ആരും തന്നെ ജീവനോടുണ്ടാവില്ല. Come on, shoot! നിന്നെയൊക്കെ ട്രാഫിക് പോലീസ് അല്ലടാ, ജസ്റ്റ് മിസ്.
അളിയ നമുക്ക് ഈ പൊതുസേവനം നിർത്തിയാലോ? ഡോക്ടർ. യെസ്, എവിടുണ്ട്? സാർ. യാ, കം ഓൺ ഡോക്ടർ. കം ഓൺ, ഫാസ്റ്റ്, ക്വിക്ക്. Hey, go fast. വേഗം വാ, വേഗം. സാർ. ഓക്കെ. വേണ്ട വേണ്ട, അയാളെ കേട്ടിട്ട് അവൻ കടിച്ചിട്ടുണ്ട്. ഹെൽപ്പ് മീ പ്ലീസ്. പ്ലീസ് ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ. How could you just do that? രേണു മോളെ, Doctor! നീ ഒന്ന് സമാധാനപ്പെട്. സ്റ്റോപ്പ്. സർ, ഞാൻ കസബയിൽ എസ് ഐയാ. വളരെ അത്യാവശ്യമായിട്ട് ഈ ഡോക്ടേഴ്സിനെ എനിക്ക് കോയമ്പത്തൂർ GH കൊണ്ടുപോകണം. കമ്മീഷണറുടെ നേരിട്ടുള്ള ഓർഡർ. വൈറസ് ബാധിച്ചവർ പുറത്തേക്ക് വിട്ടാൽ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളായാലും ഞങ്ങളുടെ ജോലി പോകും സർ. മക്കളെ, സാറായിരുന്നു. തൽക്കാലം ഞങ്ങളെ വിട്. കമ്മീഷണറോട് ഞാൻ സംസാരിച്ചോളാം. ശരി സർ. ശരി സർ. അദ്ദേഹം നമ്മുടെ ആളാ. ഓക്കെ സർ. ഗാർഡ്സ്, ഓപ്പൺ ദി ഗേറ്റ്. ഇതാ പറയുന്നത് രാഷ്ട്രീയത്തിലൊരു പിടി വേണമെന്ന്. Oh my God! ഡോക്ടർ ചെസ്റ്റിൽ എന്തോ ബ്ലഡ് ഉണ്ടല്ലോ. ബ്ലഡ് കണ്ടോ? നിക്ക്, ഞാൻ നോക്കാം. ഇത് വളരെ ചെറിയ മുറിവാ. ഇൻഫെക്റ്റ് ആയ ഒരാൾ കടിച്ചതാ. റിലാക്സ് ഡോക്ടർ, ഒന്നുമില്ല. ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഡോക്ടർ. കാം കാം. ഐ ആം സോറി ഡോക്ടർ. Doctor, please! ഐ എം സോറി. എനിക്ക് വേറെ മാർഗമില്ലായിരുന്നു. വണ്ടിയിലുള്ളവരും മെഡിക്കൽ സാമ്പിൾസും സേഫ് ആയിരിക്കേണ്ടതാണ് പ്രധാനം. ഒന്ന് സമാധാനമായിട്ടിരിക്കും മോളെ. നമ്മുടെ എല്ലാവരുടെയും സേഫ്റ്റി നോക്കേണ്ടതല്ലേ. നിങ്ങൾ എല്ലാവരുടെയും ശരീരത്തിൽ മുറിവുണ്ടോ ചെക്ക് ചെയ്തേ. ഒരു ചെറിയ പോറലുണ്ടെങ്കിൽ പോലും എന്നോട് പറയണം. വേഗം നോക്ക്, ഫാസ്റ്റ്. അല്ല ഡോക്ടർ, നിങ്ങൾക്ക് ഈ വൈറസിനെ നശിപ്പിക്കാനുള്ള മരുന്ന് ഉടനെ കണ്ടുപിടിച്ച് ജനങ്ങളെ രക്ഷിക്കാൻ കഴിയും. ഈ വൈറസിനെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു ആന്റിബോഡി നമ്മൾ കണ്ടുപിടിച്ചാൽ 72 മണിക്കൂർ കൊണ്ട് മരുന്നുണ്ടാക്കി പേഷ്യൻസിന് കൊടുക്കാൻ കഴിയും. പക്ഷേ ആ വൈറസിനെ നശിപ്പിക്കുന്ന കെമിക്കൽ കണ്ടുപിടിക്കാൻ എത്ര ദിവസം എടുക്കുമെന്ന് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ അത് നടക്കാതെയും പോകാം. എന്താ നടക്കില്ല എന്ന് പറയുന്ന? ഹലോ, റിസ്ക് എടുത്താ നമ്മൾ ഈ ജോലിയെല്ലാം ചെയ്യുന്നത്. വേഗം GH എത്തിയാലേ ഞങ്ങൾക്ക് ജോലി ആരംഭിക്കാൻ പറ്റൂ. വിഷമിക്കാതിരിക്കും ഡോക്ടർ. കോയമ്പത്തൂർ നമ്മുടെ സ്ഥലമല്ലേ. മേട്ടുപ്പാളയം കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരെ അവിടെ മുഴുവനും നമ്മളെ എല്ലാവരെയും സേഫ് ആയിട്ട് GH കൂട്ടിക്കൊണ്ടുപോകും. എല്ലാരും നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ. വേണമെങ്കിൽ ജീവൻ തന്നെ തരും, അല്ലേ മോളെ? അവരോടൊന്നും ആവശ്യപ്പെടേണ്ട മിനിസ്റ്റർ. അവർ സഹായിക്കുമ്പോൾ ശരിക്കും ചിലപ്പോൾ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. മേട്ടുപ്പാളയത്തെത്തിയോ? നമ്മുടെ സ്ഥലമതി ഞാൻ പറഞ്ഞില്ലേ. എന്റെ പവർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം.
എന്താ ഇതൊക്കെ? നാട് മുഴുവൻ ഭ്രാന്ത് പിടിച്ച് അടങ്ങിയിരിക്കുക. സാർ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ? വണ്ടി കയറിക്കോ. എന്താ നോക്കുന്നേ? അണ്ടർവെയർ ഇട്ടിട്ടില്ലേ ഞാന്? എന്തെങ്കിലും ഒന്ന് ചെയ്യുമോനെ. അതിങ്ങനാട്ട് പിടിച്ചോ. അതങ്ങ് അഴിച്ചു കൊടുക്ക് സാറേ. ചെയിനാണോ ജീവനാണോ പ്രധാനം? കൊടുത്തു വിട്. 15 പോരായി. അതെ, ഈ ഭാഗം ചേർത്തെടുക്ക്. അളി, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഏതവനാ ഈ ചെറിയ വാതിലൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? തമാശ പറഞ്ഞിട്ട് നേരാണിത്.
അയ്യോ, വണ്ടി ഇപ്പൊ ഇടിക്കുവേ. എന്താ മിനിസ്റ്റർ സാറേ, നിങ്ങളുടെ കോട്ടയാകെ വിജനമായി കിടക്കാണല്ലോ. അങ്ങേര് ഇവിടെ മുണ്ടുപോലും ഇല്ലാതെ നിൽക്കുക, പിന്നെ എന്തിനാണ് കളിയാക്കുന്നത്? സാർ, ആ വീട്ടുകാർ കണ്ട പല കള്ളന് വന്ന് വിചാരിക്കും. ഏയ്, ഇവിടെ മുഴുവനും നമ്മുടെ കക്ഷികളുടെ കോട്ട തന്നെയാടാ. അയ്യോ അച്ഛ എന്താ കാണിക്കുന്നേ? അപ്പൊ നമുക്ക് ഈ വേഷ്ടിയൊക്കെ എടുത്ത് കൊടുക്കാനുള്ള അവകാശമുണ്ട്. ഇതുവരെ നിന്റെ അച്ഛനെ കൊണ്ട് നാട്ടിൽ വല്ല ഉപകാരം ഉണ്ടായോ? കണ്ടില്ലേ, ഉറങ്ങി കിടന്ന് മൃഗത്തെ വിളിച്ചെണീക്കാം. എന്റെ അച്ഛന്റെ ഭാഗത്ത് തെറ്റുണ്ടാവും, പക്ഷെ അദ്ദേഹത്തെ കുറ്റം പറയാൻ നീ അത്ര യോഗ്യനൊന്നും അല്ല. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പോകാറില്ലായിരിക്കും, പക്ഷെ നിന്റെ അച്ഛനെ പോലെ പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല. അയ്യോ, രക്ഷിക്കുമോനെ. അയ്യോ, ഗുഡ് ഷോട്ട് അളിയ. നീ പാകിസ്ഥാൻ ബോർഡറിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഒരെണ്ണം പോലും ഇങ്ങോട്ട് നുഴഞ്ഞു കയറില്ലായിരുന്നു. താങ്ക്സ് അലിയ. ഈ ഷോട്ട് കണ്ടോ? കാർത്തിക് ഷൂട്ട് ചെയ്യല്ലേ. അയ്യോ കൊല്ലരുത്. വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം. പിന്നെയും ഫിലോസഫി തുടങ്ങി. ഡോണ്ട് ഡിസ്റ്റർബ്. പറയായിരുന്നില്ലേ? വേഗം വരൂ. Come on. അളിയാ, ഓടി വാ. അളിയാ, വേഗം വാ. നിങ്ങളെ ഈ തോക്കുണ്ടല്ലോ. സൂപ്പർ ഷോട്ട് അളിയാ. ജസ്റ്റ് മിസ്സായി പോയതാ. ഇട കറക്റ്റാടാ. അല്ല, ഞാൻ അങ്ങനെ ഒന്നും വെച്ച അപ്പോൾ ഇങ്ങനെ മേത്തുകൊണ്ട്. എന്താ പറ്റിയ? വേഗം. അയ്യോ, പുറകെ വരുന്നുണ്ട്. വേഗം വയ്ക്കോ. വേഗം വാ. വേഗം കേറ്. വേഗം വാ. വേഗമാട്ടെ. അവന്മാര് പിന്നിലുണ്ട്. എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് പോടാ.
വേഗം വാ. അളിയ എന്റെ കാലം പിടിച്ചിട്ടുണ്ട്. കാലം പിടിച്ചിരിക്കുക. കേറി വാ. വലിക്കണം. എടാ നീ പിടിച്ചു വലിക്കാൻ നിൽക്കാതെ തോക്കെടുത്തവനെ കൂട്ടുവേഗം. ഒരു ഉമ്മ എന്നല്ലേ നീ രക്ഷിച്ചില്ലേ? എന്നെ നീ രക്ഷിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ നിന്നെ രക്ഷിച്ചൊന്നുമല്ല, പുറത്തേക്ക് വരാതിരിക്കാൻ പ്രൊട്ടക്ട് ചെയ്തതാ. ചുമ്മാ ഇരിക്കെ. എനിക്കറിയാം എന്നോടുള്ള സ്നേഹം കൊണ്ടാന്ന്. സ്നേഹം നിന്റെ അങ്ങോട്ട് മറ. എന്റെ വാ. കം കം ഫസ്റ്റ്. കാലിൽ കടിയേറ്റിട്ടുണ്ട്. ഷൂ അഴിക്ക്. അഴിക്കണം സാർ, വേഗം. മോനെ തോക്ക് റെഡിയാക്കി വെച്ചോ. അളിയ കാലില് ചെറിയ മുറിവെങ്ങാനും കണ്ട എന്നെ വെടിവെക്കില്ലേ? എന്താണ് ഈ പറയുന്നത്? ഡോക്ടർ മാഡത്തോട് പറഞ്ഞ് ഉറങ്ങാനുള്ള വല്ല മരുന്നും കുത്തിവെപ്പിക്കേ. ഒന്നുമില്ലടാ. അതുപോലത്തെ മരുന്നൊക്കെ കയ്യിലുണ്ടല്ലോ അല്ലേ? ജസ്റ്റ് മിസ്സായി പോയതാ. ഡോക്ടർ അങ്ങോട്ട് നോക്കി, നമ്മൾ ജിഎച്ചിന്റെ അടുത്തെത്തി. കാണുന്നല്ലേ ഹോസ്പിറ്റല്. ഇനിയിപ്പോ ആരെങ്കിലും കടിച്ചാൽ തന്നെ രക്ഷപ്പെടുത്താലോ അല്ലേ? എന്താ മോനെ നോക്കുന്നേ? അനുയായികളുടെ ശല്യം സഹിക്കാൻ വയ്യ. നിറയെ പേർക്ക് വെറി പിടിച്ചിരിക്കുക. എന്താ ഇപ്പൊ ചെയ്യാ? എന്റെ ഈശ്വര, എങ്ങനെയാ ഇതിനൊരു പരിഹാരം കാണുക? ഇവിടെ എങ്ങും ആരുമില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ തന്നെ നിന്നാലോ? എന്തെങ്കിലും പറ്റിയോ? കടിയുണ്ടോ സാർ? കടിയുണ്ടോന്ന് നോക്കണം സാർ. കടികൊണ്ടോ? കടിയുണ്ടോ? വെടിവെക്കാൻ കെട്ടിപ്പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഹേയ് വാടാ, വാ വാ വാ. അതിനവർക്ക് വെടിവെക്കാൻ പറ്റില്ലല്ലോ. ഹേയ് അവിടെ വേറെ ആരുണ്ട്? ഷൂട്ട് ചെയ്യരുത്. ഇവിടെ ഇൻഫെക്റ്റ് ആയ ആരുമില്ല. പേടിക്കാതെ പുറത്തേക്ക് വരൂ.
നിങ്ങൾ ഇവിടെ നിന്ന് ഞാനിവിടെ ഒറ്റയ്ക്കല്ല, എന്റെ ചുറ്റിനൊരു പട്ടാളം തന്നെ ഉണ്ട്. രണ്ടുണ്ടേ ഉള്ളല്ലോ, എത്ര പേര് വന്നാലും ഷൂട്ട് ചെയ്യും ഞാൻ. നിന്നെ പോലെ തന്നെ. ഇന്ന് പുറകെ കൂടെ വന്ന് അടിച്ചത് ഇവൻ. ആരെയാ പറഞ്ഞു പറ്റിക്കാൻ നോക്കുന്നത്? നിങ്ങൾ എല്ലാരും കൂടി സ്വർണ്ണക്കട കൊള്ളടിക്കാൻ വന്നതല്ലേ? എനിക്കറിയാം. കഴിഞ്ഞ മാസം ഇതേപോലെ ഒരു ടീം വന്നത് ആപ്പിലായി. നിങ്ങളും കുടുങ്ങാൻ പോവാ. ഹലോ, നിനക്ക് പുറത്തെന്താ നടക്കുന്നതെന്ന് ശരിക്കും അറിയില്ലേ? ആളില്ലാത്ത കടയിൽ സെക്യൂരിറ്റി ആയി നിൽക്കുകയല്ലേ? ദേ നോക്ക്, നിനക്ക് ഈ ബിൽഡിങ്ങിനെ കുറിച്ച് ശരിക്കും അറിയാവുന്നതല്ലേ? ആ കാണുന്ന ഹോസ്പിറ്റലിലേക്ക് സേഫ് ആയിട്ട് പോകാൻ വല്ല വഴിയുണ്ടോ? നിങ്ങളുടെ കള്ളത്തരത്തിൽ എന്നെ കൂട്ടുപിടിക്കാൻ നോക്കണ്ട. ചേട്ടാ, ഞങ്ങളെ കണ്ടിട്ട് കള്ളന്മാരായി തോന്നുന്നുണ്ടോ? പോലീസിനൊരു മര്യാദ പോലും തരുന്നില്ലേ? നീ ഒന്ന് സമാധാനപ്പെട്, അവനൊന്ന് ആലോചിക്കട്ടെ. ദാ, നീ പോയി നോക്കിയിട്ട് വാ. ഓക്കെ. ഹലോ മോഹൻ. മോഹൻ, കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? ആരെങ്കിലും ഒന്ന് മറുപടി പറ. എല്ലാരും ഒറ്റ കേട്ടായിട്ട് എന്തോ പ്ലാൻ ചെയ്യാ. ആരെയാ പറ്റിക്കാൻ? അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. ഇവനെക്കാളും പെട്ടെന്ന് ഞാൻ തന്നെയാ. വലിയ പുലിയായിട്ടാണല്ലോ പോയത്, ഇപ്പൊ പൂച്ചയെ പോലെ വരുന്നു. ക്ഷമിക്കണം സിസ്റ്റർ, സോറി. അപ്പൊ നിങ്ങൾ പറഞ്ഞൊക്കെ സത്യമാണല്ലേ? അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ആദ്യം അങ്ങോട്ട് പോകാനൊരു വഴി പറഞ്ഞതാ. താഴെ നമ്മുടെ കമ്പനി വണ്ടിയുണ്ട്. വണ്ടി ഒന്നും വർക്കൗട്ട് ആവൂല. ഞങ്ങൾ വന്ന വണ്ടി എല്ലാവരും ചേർന്ന് നശിപ്പിച്ചതാ. അതെയോ? അപ്പം അതിന്ന് എങ്ങനെ രക്ഷപ്പെട്ടത്? ആ വീരകഥയൊക്കെ നാളെ ജീവനുണ്ടെങ്കിൽ പറയാം. ഇപ്പൊ പോകാനുള്ള വഴിയൊന്നും പറഞ്ഞതാ. നമ്മുടെ കമ്പനി വണ്ടി എടുത്തിട്ട് ആക്സിഡന്റ് ഒന്ന് ചവിട്ടി ഒറ്റ കുതിപ്പിന് ഹോസ്പിറ്റലിൽ എത്താനേ. ഇവൻ വലിയ സ്റ്റണ്ട് മാസ്റ്റർ അല്ലേ? ഒറ്റ കുതിപ്പിന് അങ്ങ് പോവാൻ വേറെ വല്ല മാർഗം ഉണ്ടെങ്കിൽ പറ. വേറെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ 300 കടകളുണ്ട്. അതിനുള്ളിൽ കയറി നോക്കിയാൽ എന്തെങ്കിലും ഐഡിയ കിട്ടും. Are you okay, doctor? Yeah, I am fine. എനിക്ക് ലേശമൊന്നും വിശന്നപ്പോ ഞാൻ അറിയാതെ ഒരു ലേശം എടുത്തതാ. ഞാനും അറിയാതെ ഷൂട്ട് ചെയ്ത് പോയനെ. ഇവനെ കൊണ്ട് തോറ്റു. ഡോക്ടർ, ഈ റോപ്പ് കൊണ്ട് ആ ബിൽഡിംഗിലേക്ക് പോകാൻ ശ്രമിക്കാം. ബട്ട് നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും അവിടെ ഉണ്ടാകുന്നത് നല്ലതാണ്. അവിടെ ആളുണ്ട്. രേണുക, യെസ് ഡോക്ടർ. ഡോക്ടർ നവീൻ അവിടെയില്ലേ? അദ്ദേഹത്തെ ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്. ആ വെള്ളടിക്കാരനായിരിക്കും വിളിക്കുന്നത്. അവനിപ്പോ കുടിച്ചു ബോധമില്ലാതെ കിടക്കായിരിക്കും. അദ്ദേഹത്തിന് പറ്റുന്ന ഹെൽപ്പ് ചെയ്യും. ഞാൻ സംസാരിച്ചോളാം. അളിയ, ഈ കയറുകൊണ്ട് വേഗം ഹോസ്പിറ്റലിൽ എത്താനുള്ള ഒരു വഴി കണ്ടുപിടിക്ക്. അല്ലാണ്ട് ആ പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് വല്ല കുഴി ചെന്നും ചാടണ്ട. ഹലോ രേണു, ആർ യു ഓൾറൈറ്റ്? ആ നവീൻ, ഞങ്ങളിപ്പോ ഓപ്പോസിറ്റുള്ള മോള് വരെ വന്നു. വൈറസ് ബ്ലഡ് സാമ്പിൾസ് എല്ലാം കളക്ട് ചെയ്തോ? ആ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്താൻ ട്രൈ ചെയ്തോണ്ടിരിക്കുക. രേണു, ആർ യു മാഡ്? നീ പുറത്ത് നോക്കിയില്ലേ? ഇറ്റ്സ് സോ റിസ്കി. ഇല്ല, ആദ്യം നീ ഹോസ്പിറ്റലിലെ ടെറസിലേക്ക് വാ. ഞങ്ങൾ ഇവിടുന്ന് ഒരു റോപ്പിൽ അങ്ങോട്ട്. വെറുതെ ഭ്രാന്ത് പറയാതെ രേണു. പുറത്ത് വരാന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ആണ് നവീൻ. ബട്ട് ഈ സിറ്റുവേഷനിൽ ഒരു വലിയ ഹെൽപ്പ് ആയിരിക്കും. നിന്റെ അച്ഛന്റെ പാർട്ടി പ്രവർത്തകരെ വിളിക്കാൻ നോക്ക്. അല്ലാതെ പുറത്തേക്ക് വരാന്ന് പറഞ്ഞാൽ അത് വലിയ മണ്ടത്തരാ. എടാ, സംഗതി കൊള്ളാന്ന് തോന്നേ. ഒന്ന് സങ്കടം കാണിച്ചേക്ക്. ശരി നവീൻ, ഓക്കെ. ഞാൻ വേറെ വഴി നോക്കിക്കോളാം. പ്ലീസ് ബി സേഫ്. ലവ് യു രേണു. എടാ
ഡോക്ടർക്ക് പറ്റുന്ന സഹായം ചെയ്തു കൊടുത്ത പോലെ ഉണ്ട്. നീ ഒരു വൃത്തികെട്ട കൈക്കൂലിക്കാരൻ ട്രാഫിക് പോലീസാ. അദ്ദേഹം ഒരു ഡോക്ടറാ. നിനക്ക് വിമർശിക്കാൻ ഒരു യോഗ്യതയുമില്ല. അവനോടുള്ള ദേഷ്യം ഇവിടെ തീർത്തതാ. ഡോക്ടറെ, അത് തുണി ഉണക്കാനിടുന്ന കയറാ, അത് വേസ്റ്റാ. വേദനിക്കുന്നു അങ്കിൾ, എനിക്ക് വേദനിക്കുന്നു. വേണ്ട മോളെ, അങ്ങോട്ട് പോലെ. വിദ്യ, വേണ്ടടിയാ, അവളിപ്പോ നമ്മുടെ വിദ്യമോളല്ല. കാർത്തിക് പോവാതെ, അവളുടെ അടുത്ത് പോകുന്നത് റിസ്ക് ആണ്. കാർത്തിക്, ഞാൻ പറയുന്നത് കേൾക്ക്. എന്റെ അനിയത്തി എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, ഒന്നിനും ഞാൻ ബാക്കി വെക്കില്ല. തോക്ക് താഴെ താഴെ. അയ്യോ, എണീറ്റ്. ഏട്ടാ, അവളെ ഷൂട്ട് ചെയ്യണ്ട, അവൾക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. വിദ്യ, ഇനി മുതൽ നിങ്ങളും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. നിന്നെ കൂടി ചേർത്താടാ പറയുന്നത്. ഞങ്ങളെ വിട്ടേക്ക്. ഏട്ടാ, എനിക്കും അസുഖം വരുമോ? ഏട്ടൻ അവരുടെ കൂടെ പൊക്കോ. എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എന്താ ചെയ്യാ? ഇല്ല മോളെ, ഞാൻ നിന്നെ വിട്ട് എങ്ങും പോവില്ല. സർ,
കാർത്തികിനോട് സംസാരിക്കേ. അളിയാ, വിദ്യമോൾ എന്റെ മോളാ. നീ ആദ്യം വെളിയിലേക്ക് വാ, അല്ലെങ്കിൽ ഞങ്ങളിപ്പോ അകത്തേക്ക് വരും. ആരെങ്കിലും അകത്തേക്ക് വരാൻ ശ്രമിച്ചാലുണ്ടല്ലോ ഷൂട്ട് ചെയ്യും ഞാൻ. ഞങ്ങളെ തനിച്ചു വിട്ടേക്ക്. ഇപ്പൊ ഞാൻ വിദ്യയുടെ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ അകത്ത് വരുന്നുണ്ട്. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. രേണുമോളെ സൂക്ഷിച്ചു വേണേ. ഞാൻ സത്യമായിട്ട് പറയാ, ഐ വിൽ ഷൂട്ട് യു. ഞാൻ ഒറ്റയ്ക്കാ വന്നിട്ടുള്ളത്. വിദ്യ, അകത്തേക്ക് വാ, എന്ത് ടെസ്റ്റ് വേണമെങ്കിലും എടുത്തോ. എന്തായി? വിദ്യയുടെ ബ്ലഡില് ഈ വൈറസ് നല്ലോണം കൂടുതലുണ്ട്. 90% കൂടുതൽ ഇൻഫെക്റ്റഡ് ആണ്. ഈ പ്രായത്തിൽ ഇത്രയും ധൈര്യമായിട്ടിരിക്കുന്നത് അപൂർവമാണ്. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു മരുന്നും ഇപ്പൊ നിനക്ക് ഉപകാരമാവില്ല. ഐ എം സോറി. എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എന്താന്ന് പറ. എന്റെ ഏട്ടന്റെ പേഴ്സിൽ ഒരു പെണ്ണിന്റെ ഫോട്ടോയുണ്ട്. ഏട്ടൻ അവളെ ഇഷ്ടാ. അവരുടെ കല്യാണം നടത്തി കൊടുക്കോ? തീർച്ചയായിട്ടും ചെയ്യാം. താങ്ക്സ് ഏട്ടാ. എനിക്ക് അസുഖം കൂടുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്യും. മോൾക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. യു ക്യാൻ ഗോ. പോകാൻ പറഞ്ഞില്ലേ? സോറി അളിയ. കാർത്തിക്, ദയവായി ദേഷ്യം പിടിക്കാതെ ഞങ്ങൾ പറയുന്ന ഒന്ന് കേക്ക്. ഞങ്ങൾ ആരും വിദ്യയെ കൊല്ലാൻ വേണ്ടി വന്നതല്ല. നമ്മളെ എല്ലാരെയും രക്ഷിക്കാൻ പോകുന്നത് ഇനി വിദ്യ. ഇതെന്തൊക്കെയായി പറയുന്നേ? വിദ്യയുടെ ശരീരത്തിൽ വൈറസ് കയറിയിട്ട് 1 മണിക്കൂറിലേറെയായി. പക്ഷെ ഇതുവരെ ഒരു ചേഞ്ചും ഉണ്ടായില്ല. അവളുടെ ശരീരത്തിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ശക്തിയുണ്ട്. അപ്പൊ നിങ്ങളുടെ ചീഫ് ഡോക്ടർ അയാൾ എങ്ങനെ അത്രയും നേരം പിടിച്ചു തന്നെ? പറയുന്നത് മനസ്സിലാക്കുക കാർത്തിക്. അദ്ദേഹത്തിന് പറ്റിയത് ഒരു ചെറിയ മുറിവാ. അതുകൊണ്ട് അത് പ്രശ്നമാകാഞ്ഞത്. ഈ വൈറസിന് മരുന്നില്ല എന്നല്ലേ പറഞ്ഞ? വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. അല്ല കാർത്തിക്, ഞാൻ പറയുന്നത് സത്യമാണ്. ലോകത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കും ചിലർക്ക് ജന്മനാ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ടാവും. അവരുടെ ശരീരത്തിൽ നാച്ചുറൽ ആയിട്ട് ആന്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കപ്പെടും. നമ്മുടെ വിദ്യയുടെ ശരീരത്തിലെ ആന്റിബോഡീസ് ആണ് ഈ വൈറസിന്റെ മരുന്ന്. അതെ അളിയ, ഡോക്ടർ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി എല്ലാരും രക്ഷിക്കാൻ പോകുന്നത് നമ്മുടെ അനിയത്തിയാണ്. അതെ അതെ. വൈറസിന്റെ ബാധയിൽ നിന്ന് വിദ്യ രക്ഷിച്ച ദൈവം തീർച്ചയായിട്ടും അവിടെ എത്താനുള്ള വഴി നമുക്ക് കാണിച്ചു തരും. ദൈവമേ, ഇപ്പൊ ഒരു മഴ പെയ്താൽ മതിയായിരുന്നു. എങ്കിൽ സേഫ് ആയിട്ട് ഹോസ്പിറ്റലിൽ എത്താൻ കഴിഞ്ഞാലേ. മഴ പെയ്താലും ഇവിടുന്ന് അത്രയും ദൂരം എങ്ങനെ ഓടാനാ? അവറ്റകൾക്ക് വെള്ള അലർജി അല്ലേ? അങ്ങനെയാണ് നമ്മുടെ കമ്പനി വണ്ടി. ഇനി നീ കമ്പനി വണ്ടിയെ പറ്റി പറഞ്ഞാൽ നിന്നെ ഞാൻ തന്നെ കടിച്ചു. ഞങ്ങളുടെ കമ്പനി വണ്ടിയെ പറ്റി എന്താ വിചാരിച്ചത്? അയാൾ പറയട്ടെ. സാർ, ഞങ്ങളുടെ കമ്പനി വണ്ടി എന്ത് വണ്ടിയാന്ന് സാറിന് അറിയോ? കമ്പനി വണ്ടി ഇതോടെ തീർന്നു തന്നെ. രണ്ടാഴ്ച പട്ടിണി കിടന്നവരെ പോലെ ഇവരെ കണ്ടാൽ. ആദ്യം ആരാ പോന്നേ? ഇവനല്ലേ ഇവൻ തന്നെ ആവട്ടെ. ഞാൻ തുറന്നുകൂടാ. ഞാൻ പറയില്ല കേട്ടോ. ചൂടുവെള്ളം ദേഹത്ത് വീണ പൂച്ചയെ പോലെ ഓടിക്കോളും എല്ലാവരും. ഒരു സന്തോഷം. ഷട്ടർ തുറക്കണേ. അങ്ങോട്ട് അടിച്ചു വിട്ടു സാർ. ഷട്ടർ താത്തിക്കോ. പൂട്ട് പൂട്ട്.
രക്ഷപ്പെട്ടെ. താങ്ക് യു സാർ. വിവരമുണ്ടോ നിങ്ങൾക്ക്? ആ താക്കോൽ താഴെ കളഞ്ഞില്ലേ? ഡോക്ടർ, വേഗം കേറ്. അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോ. പോമോളെ, ആദ്യം നീ പോമോളെ. ഇല്ല ഡോക്ടർ സാമ്പിളുമായിട്ട് പോകുന്നത് അത്യാവശ്യം. അയ്യോ, എന്താ ഇത്? എന്താണ് ചെയ്യലേ? കുടുങ്ങി. അയ്യോ, ഗേറ്റ് തുറക്കടാ. നവീൻ, എന്തായിരുന്നു നീ കാണിച്ചേ? ആദ്യം നിനക്ക് വരാറുന്നില്ലേ? എന്ത് മണ്ടത്തര നീ കാണിച്ചേ? നവീൻ, കുറച്ചു നേരത്തിൽ ഇവിടെ ഇൻഫെക്റ്റഡ് പീപ്പിൾ അകത്ത് കയറും. നീ ഡോക്ടർ മധുവിന്റെ കൂടെ വൈറസിന് മരുന്ന് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യൂ. എന്നെ പറ്റി ആലോചിക്കണ്ട. ഇറ്റ്സ് നോട്ട് ഇൻ യുവർ ഹാൻഡ്സ്. എന്നെ രക്ഷിക്കാൻ ശ്രമിക്കണ്ട. നിന്നെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നു ഞാൻ അവിടെ എത്തിയേനെ. ഇതിപ്പോ ഞാനും കൂടി മരിക്കുന്ന അവസ്ഥ. എനിക്കറിയാം നവീൻ, എന്നെ രക്ഷിക്കാൻ 1% ചാൻസ് ഉണ്ടെങ്കിലും നീ വന്നേനെ. എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടായിരുന്നു ഞാൻ ഓടിയെത്തിയേനെ. യു നോ ദാറ്റ് രേണു, ബട്ട് ഇറ്റ്സ് പ്യൂർ സൂയിസൈഡ്. ഹലോ രേണു, രേണു ആർ യു ദേർ? ഹലോ രേണു, ആർ യു ദേർ? ഹലോ രേണു, രേണു നീ കേൾക്കുന്നില്ലേ? ഹലോ, ഐ ലവ് യു. എന്താ നിനക്ക്? എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നവൻ എന്റെ അച്ഛൻ ആരും തന്നെ വന്നില്ല. നീ എന്തിനാ വന്നത്? വാ, നിന്നെ അവിടെ എത്തിക്കാം. എന്താ ഇത്? നോക്ക്. വിഷമിക്കണ്ട, നിനക്കൊന്നും ഉണ്ടാവില്ല. നിന്റെ വിദ്യയുടെ ഒരേ രക്തമായിരിക്കും. നിന്റെ രക്തത്തിന്റെ മണം എന്റെ മൂക്കിലേക്ക് തുളച്ചു കയറുക. തീർച്ചയായിട്ടും എനിക്കും ചേഞ്ച് ഉണ്ടാവും. അതിനു മുമ്പ് നിന്നെ ഞാൻ സേഫായിട്ട് അവിടെ എത്തിക്കാം. വാ.
അനിയത്തി നീ നന്നായി നോക്കണം. എന്നെ പുറത്തുവിട്. ഇല്ല, എന്നെ എന്തിനാ രക്ഷിച്ച്? ഇനിയും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്നെ ഷൂട്ട് ചെയ്തിട്ട് വേഗം അകത്തേക്ക് പോ. എന്നെ എന്തിനാ രക്ഷിച്ചെന്ന് പറ. അകത്തേക്ക് പോകാനാ പറഞ്ഞേ. വേഗം എന്നെ ഷൂട്ട് ചെയ്യ്. എന്റെ കാര്യത്തിൽ ആർക്കും ഇല്ലാത്ത താല്പര്യം നിനക്കെങ്ങനെയാ വന്നത്? Doctor, I think we got the antidote. Thank you. എന്റെ ഏട്ടന്റെ പേഴ്സിൽ ഒരു പെണ്ണിന്റെ ഫോട്ടോയുണ്ട്. ഏട്ടൻ അവളെ ഇഷ്ടാ. അവരുടെ കല്യാണം നടത്തി കൊടുക്കുമോ? എനിക്ക് തീർച്ചയായും ചേഞ്ച് ഉണ്ടാവും. അതിനു മുമ്പ് തന്നെ ഞാൻ സേഫായിട്ട് അവിടെ എത്തിക്കാം. വാ. എന്റെ കാര്യത്തിൽ ആർക്കും ഇല്ലാത്ത താല്പര്യം നിനക്കെങ്ങനെ വന്നത്?